കണ്ടോ? ആ വെരി ഗുഡ്. ആ നമുക്ക് ഇവിടെ ഇരിക്കാം. ആ രാജന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും വല്യച്ഛനും. രാജന്റെ അച്ഛനില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കും എന്റെ അച്ഛനെവിടെ അച്ഛനെവിടെയെന്ന്. അമ്മ പറയേ ഇല്ല. സാറിന് അറിയാമോ എന്റെ അച്ഛനെ? ഇല്ല രാജ. അമ്മയ്ക്കും കൂടി അച്ഛനുണ്ട്, എനിക്ക് മാത്രം അച്ഛനില്ല. എടാ രാജ, നീ സാറിനെ അപ്പോഴത്തേക്കും പോക്കറ്റിലാക്കിയോ? ഇല്ല. ആ രാജൻ വീട്ടിലേക്ക് വയ്ക്കോ. കൂടെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതാ ഇത് രാജന് മിഠായി വാങ്ങിക്കാൻ ഇരിക്കട്ടെ. വാങ്ങിക്കേ. വാങ്ങിച്ചോടാ. കൊണ്ടുപോയിക്കോളൂ. ഓ സാറെ കുളിക്കാൻ വെള്ളം. ശരി, പോകാം. എത്ര മനോഹരമായ പ്രദേശം. ഇവിടെ വരുന്നവരെല്ലാം ഇതിനെ വാഴ്ത്തി പറയാറുണ്ട്. വരും സാറേ, ഇതിലെ ടിവിയിലേക്ക് പോവാം. ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. അത് നിനക്ക് തന്നതാ, നീ എടുത്തോ. വേണ്ട സാറേ, എനിക്ക് വേണ്ട. രാജാ, നിനക്ക് ഞാൻ മിഠായി വാങ്ങാൻ തന്നതാണ്. അമ്മ സമ്മതിക്കില്ല. സാറിന് എന്നെ തരാൻ പറഞ്ഞു. നീ ഇത് കൊണ്ടുപോ. അമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശരി. അമ്മ പോ. ഇതാ പണം. തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവന് നിങ്ങളുടെ ഒന്നും പണം ഞങ്ങൾക്ക് വേണ്ട സാറേ. രാധേ, നിനക്ക് ഭ്രാന്താണോടി? സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നോ പൊയ്ക്കോ. ചുറ്റുവട്ടത്തിലുള്ള ഞങ്ങളെ ഒന്നും കാണണ്ട. ഞങ്ങളോട് സ്നേഹം തോന്നണ്ട, അലിവും തോന്നണ്ട. കുട്ടിയല്ലേ, സ്നേഹം തോന്നി രൂപ കൊടുത്തു. അതിനെങ്ങനെ കിടന്ന് കൊള്ളാനുണ്ടോ? അല്ലെങ്കിലും ബാക്കിയുള്ളവർ എന്തിനാ പറയുന്നത്? ഈ ചെല്ലിനെ രാധ രാധ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അദ്ദേഹം പേര് പറയരുത്. രാധേ, ഇതാ. എന്തിനാണ്? ഇത് വാങ്ങിക്കൂ. എനിക്ക് ആവശ്യമില്ല. കോളേജിൽ ഫീസ് അടയ്ക്കാത്തവരുടെ കൂട്ടത്തിൽ രാധയുടെ പേരും ബോർഡിൽ കണ്ടു. അതുകൊണ്ട് ഇതുകൊണ്ട് ഇന്ന് ഫീസ് അടയ്ക്കൂ. ഓഹോ, പാവപ്പെട്ടവരോട് സ്നേഹവും കാരുണ്യം കാണിക്കുകയായിരിക്കും. തെറ്റിദ്ധരിക്കരുത്. ഇതിൽ ഒരു ദുരുദ്ദേശവുമില്ല. ഇന്നിരിക്കും. എന്നാലും എനിക്ക് വേണ്ട. രാധേ, എനിക്ക് നിന്നോട് പ്രേമമായിരിക്കും. അതിനുള്ള പ്രതിഫലമായിരിക്കും. ചന്ദ്ര, നിങ്ങളൊക്കെ വലിയ പണക്കാരാ, ഞാൻ പാവപ്പെട്ടവളാ. എനിക്കും ഒരു ഹൃദയമുണ്ട്. അത് വിൽക്കാനുള്ളതല്ല. രാധേ, രാധേ, സൂക്ഷിച്ചോളണം കേട്ടോ. ഈ ഒരു പണക്കാരൻ വന്നിരിപ്പുണ്ട്. വലിയ പണക്കാരനാ. ചുമ്മാ വന്നിരിക്കാനാ പറയുന്നത്. അതുകൊണ്ട് അവതരണമാ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ. നീ എന്തിനാ കരഞ്ഞാ വന്നേ? അതെ, നീ ആ വഴിക്ക് പോകാനേ പാടില്ല കേട്ടോ. ജനാർദ്ദൻ ചേട്ടാ, ഈ ടിവിയിൽ ആരെങ്കിലും വന്നാൽ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പറയണോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയില്ലേ. എന്നാലും ആര് വന്നു, എന്തിനു വന്നു എന്നൊക്കെ നീ എങ്ങനെയാ അറിയുന്നത്? അതാണ് എന്റെ ജോലി. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്നാ ഞാൻ വരട്ടെ.
വാവ അടുത്തോണ്ടായിരിക്കും. ഇവൻ ഈയിടെ ഇത്തിരി കൂടുതലാ. നീ എന്താണ് ഈ മോനെ അടിച്ചത്? പറഞ്ഞാ കേക്കണ്ടേ അച്ഛാ? ഇവൻ ടി വിയിൽ വന്ന ആളിനോട് രൂപയും വാങ്ങിച്ചോണ്ട് വന്നു. എന്തിനാ? എവിടെ രൂപ? എവിടെ? ഞാൻ അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഓ, ജനാർദ്ദനെ മാത്രമല്ല, നിനക്കും കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അമ്മ മോനെ അടിച്ചോടാ. നമുക്ക് അമ്മയുടെ മൂക്കരിഞ്ഞ് ഉപ്പിലിടാൻ കേട്ടോ. എന്ത് പറ്റി? എവിടെ തേനീച്ച? എന്താ പേര്? ശകുന്തള. ശകുന്തള. ശകുന്തളേ, എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ട പേരാണെന്നറിയാമോ? ശകുന്തള ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമ വന്നപ്പോ കണ്ടിട്ടുണ്ട്. മതി. വിവാഹം കഴിച്ചതാണോ? ഇല്ല. മതി. എന്താ മതി മതി എന്ന് പറയുന്നത്? ഓ ഈശ്വരാ, അയ്യോ എന്റെ ശകുന്തളെ, നീ ജനിച്ചിട്ട് 2000 വർഷങ്ങളെങ്കിലും ആയിക്കാണ് കേട്ടോ. കണ്ണോമുനി മരിച്ചു, കാളിദാസൻ മരിച്ചു, അനുസൂയ മരിച്ചു, പ്രിയമത മരിച്ചു. എന്റെ ശകുന്തളെ നീ മാത്രം മരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഭ്രാന്താണോ? അതെ, പണ്ട് ശകുന്തളയെ കണ്ടപ്പോൾ ദുഷ്യന്തൻ എന്ത് സംഭവിച്ചോ അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഇപ്പോൾ ദുഷ്യന്തന്റേതാണ്. ഞാൻ ദുഷ്യന്തനാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ശകുന്തളെ നോക്ക്, ശാകുന്തളത്തിലെ പോലെ തന്നെ സംഭവിച്ചു. അവിടെ വണ്ട്, ഇവിടെ തേനീച്ച. രണ്ടും തേനന്വേഷിച്ചു വന്നു, രണ്ടിനും തെറ്റുപറ്റി. ശകുന്തളയുടെ മുഖം വിടർന്ന പൂവാണെന്ന് അവർ സംശയിച്ചു. ആഹാ, വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഒരു ചേട്ടനുണ്ട്. കണ്ണുവർഷി ആളെങ്ങനെ? ആര്? അല്ല ചേട്ടനെ. ആ, ചേട്ടൻ നിങ്ങളെയൊക്കെ കാണാൻ ഇവിടെ വരും. വരുന്നോ? ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ. ദുഷ്യന്തൻ കുറച്ചു നാളത്തേക്ക് കൂടിയൊക്കെ ഇവിടെയൊക്കെ കാണും, മറക്കരുത് കേട്ടോ. കൊണ്ടൽവേ ഇനി ഒരു 2-4 അടി നടന്നതില്ലതിനു മുമ്പില കൊണ്ട് ദർഭമുന കാലിലെന്ന് വെറുതെ നടിച്ചു നിലകൊണ്ടിതേ. ആരാ ചോദിച്ചത്? നിർത്തരുത് സാറ്, ഇന്നത്തെ ഒന്ന് തീർന്നോട്ടെ. കണ്ടു പോകട്ടെ. ഈ പത്മനാഭന് സാറിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. ഈ ടി വി വരുന്നവർക്കൊക്കെ പത്മനാഭനും വേണ്ടപ്പെട്ടവനാ. ഏത് വേണ്ടപ്പെട്ടവനാണ്? എനിക്ക് വേണ്ടപ്പെട്ടവനാകണ്ട. കണ്ടു പോകട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. സുഖസൗകര്യങ്ങളാണല്ലോ താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടത്. സൗകര്യം വാച്ചത്. സുഖം സാധാരണ എന്റെ വഴിയാണ്. ഇതുവേണമെന്ന് ഞാൻ ചോദിക്കാം. പക്ഷേ വായിച്ചത് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുടിക്കാൻ വേണോ, കിടക്കാൻ വേണോ? വിഷമുടി, വിഷമുടി. പുറത്തോ രാത്രി കയറി വന്നിരിക്കുന്നു ഉപദ്രവിക്കാൻ. ഉപദ്രവിക്കാൻ അല്ല, അല്ല ഉപദ്രവിക്കാൻ, ഉപദ്രവിക്കാൻ നമുക്ക് വെളി പോയി സംസാരിക്കണം. ആ, വെളി പോ. ഞാൻ പാവപ്പെട്ട ഒരു ഡ്രൈവറാണ്. കയ്യിൽ കാശുണ്ടോ? ആവശ്യം കൂടി അറിയിച്ചാൽ കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിൽ 5 രൂപ. ആ, അത് മതി. എന്തിനാണാവോ? എനിക്ക് മദ്യപിക്കാൻ ആശ. അയ്യോ ചതിക്കല്ലേ, ഇപ്പൊ തന്നെ കാല് നിലത്ത് നിൽക്കുന്നില്ല. അങ്ങനെ ഭൂമിദേവിയെ ഉപദ്രവിക്കാറില്ലെന്ന് തോന്നല്ലോ. മനസ്സ് വെച്ചാലുണ്ടല്ലോ, ഞാൻ വേണ്ടി വന്നാൽ പറക്കും. പണ്ടാരോ അങ്ങനെ ഒന്ന് പൊങ്ങന്നേ, അങ്ങനെ ഒന്ന് പൊങ്ങന്നേ. അങ്ങനെ ഇവിടെ നിന്ന് വീട കൊണ്ടാ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. നീ വരണം എന്റെ കൂടെ. അയ്യോ, ഈ യാത്ര ശവപ്പറമ്പിൽ ചെന്നേ അവസാനിക്കുള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ നീ എന്റെ വീട് കണ്ടിട്ടുണ്ടോ? വീടൊന്നല്ല, ഞാൻ അങ്ങ് നിന്റെ ഒന്നും കണ്ടിട്ടില്ല. ആ, എന്നല്ല ഒന്ന് കാണേണ്ടതാ. നിനക്ക് വേണ്ടതെല്ലാം അവിടത്തെ ഉണ്ട്. എന്നുവെച്ചാല് വാടാ. ഞാൻ വരുന്നു.
നീ ഞാൻ വരുന്നില്ല. അടിക്കാൻ കൊന്ന ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. എടേ പെണ്ണേ, എടേ പെണ്ണേ, ആരാ അത്? നിന്റെ ചേട്ടനാടേ, ഒന്നിങ്ങ വന്നേ. ഇതേ എന്റെ ഒരു സ്നേഹിതനാണ്. ഡ്രൈവറെ, ആ 5 രൂപ എന്നെ എന്റെ വീട് തീർന്നു പോയി. ഞാൻ ഇപ്പൊ മേടിച്ചിട്ടുണ്ട്. ഉടനെ വരാം. ഇപ്പൊ വന്നേക്കാം. അകത്തേക്ക് വരാം. ഇരുന്നാട്ട്. ഞാൻ പകൽ വെളിച്ചത്തിൽ കണ്ട ശകുന്തളയാണെന്ന് എന്താ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരു സംശയം. സംശയിക്കണ്ട, ഇതാണ് ഞാൻ. എന്റെ ചേട്ടൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. സാറ് പഴയ ശകുന്തളയെ അങ്ങ് മറന്നേക്കും. എനിക്ക് എന്നെ മറക്കാനൊക്കോ? ശകുന്തള മറക്കാനൊക്കോ? ഞാനിപ്പോ ആകാശത്തിനും ഭൂമിയിലും അല്ലാത്ത പോലെയായി. സാറേ, സാറ് പറയുന്ന പഴയ ശകുന്തളയുണ്ടല്ലോ, ദുഷ്യന്തനെ കാണുന്നതിന് മുമ്പ്. ദുഷ്യന്തനല്ല, ദുഷ്യന്തൻ. ആ, അങ്ങേരെ കാണുന്നതിന് മുമ്പ് നല്ലവളായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക? നീ പറയുന്നത് ശകുന്തളയായിട്ട് സിനിമയിൽ അഭിനയിച്ച പെണ്ണിനെ പറ്റിയാണ്. സാക്ഷാൽ ശകുന്തള സാക്ഷാൽ തന്നെയായിരുന്നു. എന്നാ ഞാനും സാക്ഷാല. ഇതൊന്നും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്റെ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാ. എന്നാലും എന്റെ ശകുന്തളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, പഴയ ദുഷ്യന്തൻ സാക്ഷാലായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തത്? അതിരിക്കട്ടെ, നിങ്ങൾ സാക്ഷാലാണോ? എന്തു പറ്റി? നീ എന്നെ ഇരുത്തിക്കളഞ്ഞു കേട്ടോ ശകുന്തളെ. ഡ്രൈവറെ, ഡ്രൈവർ എന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെന്ത് വിളിക്കണം? ആര്യപുത്ര. ഹാര്യപുത്ര. ആര്യപുത്ര അല്ല, ആര്യപുത്ര. ശകുന്തളെ.